ഹായ് ഫ്രണ്ട്സ്, ആംഗുലറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആംഗുലർ റൂട്ടിങ്ങിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് ആംഗുലർ റൂട്ടിങ്? അതായത് ഇപ്പൊ കണ്ടോ, നമ്മൾ ആക്ച്വലി ഇതിപ്പോ ഇവിടെ ഒരു സ്ലാഷ് ഹോം എന്ന് പറഞ്ഞുണ്ടോ, ഇതിപ്പോ സ്ലാഷ് ഹോം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു വ്യൂ കിട്ടി. ഹേ വെൽക്കം ടു ഹോം. ഇനി ഞാനിവിടെ കോണ്ടാക്ട് അസ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഹേ വെൽക്കം ടു കോണ്ടാക്ട് അസ് കണ്ടോ, ഇവിടെ ഈ റൂട്ട് മാറി. അപ്പൊ ഈ റൂട്ട് മാറിയതിനനുസരിച്ച് ഇവിടുത്തെ ഈ വ്യൂ മാറി കണ്ടോ. ഹേ വെൽക്കം ടു കോണ്ടാക്ടസ് ആയി. ഇനി എബൌട്ടസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ റൂട്ട് എബൌട്ടസ് ആയി. അപ്പൊ എബൌട്ടസ് എന്ന് പറഞ്ഞ കമ്പോണന്റിലെ വ്യൂ ആണ് ഈ ഹേ വെൽക്കം ടു എബൌട്ടസ്. അപ്പൊ നമ്മൾ ആ കമ്പോണന്റിൽ എന്ത് എഴുതിയിരിക്കുന്നു അതായിരിക്കും ഇവിടെ കാണും. ഓക്കെ, അത് നമ്മൾ ഈ റൗട്ട് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കോണ്ടാക്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോണ്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പോണന്റിൽ എന്താണോ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്, ചിലപ്പോൾ അവിടെ ടേബിൾ ആവാം, ചിലപ്പോൾ ഇമേജ് ആവാം, ചിലപ്പോൾ വെറും ലെറ്റേഴ്സ് ആവാം, അതായിരിക്കും ഇവിടെ കാണിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഈ റൗട്ട് മാറുന്നതനുസരിച്ച് ഇവിടെ വ്യൂ മാത്രമാണ് മാറുന്നത്. ഇപ്പൊ ഹേ വെൽക്കം ടു കോണ്ടാക്ടേഴ്സ് ആണ്, ഇതിപ്പോ കോണ്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ വ്യൂ ആണ്. ഇനി നമ്മൾ ഹോം കൊടുക്കുകയാണെങ്കിൽ ഹോം എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ വ്യൂ ആണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു എംപ്റ്റി പ്രൊജക്റ്റ് ആണ്. ഇനി ഇതിലൂടെ നമുക്ക് റൂട്ടിങ് കൊടുക്കാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് എനിക്ക് ആദ്യം വേണ്ടത് ഈ ബൂട്ട് സ്ട്രാപ്പ് ആണ്. ഈ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൈലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ്. ഇപ്പൊ നമുക്ക് നേരത്തെ കണ്ടില്ലേ ഒരു ബ്ലൂ കളർ നാവ് ബാർ, അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്റ്റിൽ പോയി ഈ ടെർമിനൽ എടുത്ത് ന്യൂ ടെർമിനൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ npm install bootstrap എന്ന് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യും. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ആയ അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ ഫയൽ പോയി നോക്കിയാൽ കാണും. ഓക്കെ, ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് കണ്ടോ, ഇവിടെ നമുക്ക് അതിന്റെ വേർഷനും കാണും. ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഈസ് അതിന്റെ വേർഷനും കാണിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു 3 കമ്പോണന്റ് ആണ്. ഇപ്പൊ നേരത്തെ കണ്ട പോലെ നമുക്ക് ഇവിടെ ഒരു ഹോം കമ്പോണന്റ് വേണം, ഇവിടെ ഒരു എബൌട്ടസ് കമ്പോണന്റ് വേണം, ഇവിടെ ഒരു കോണ്ടാക്ടസ് കമ്പോണന്റ് വേണം. അങ്ങനെ 3 കമ്പോണന്റ് നമുക്ക് വേണം. നമുക്ക് ആ 3 കമ്പോണന്റും നമ്മുടെ പ്രൊജക്റ്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനുവേണ്ടി ടൈപ്പ് ചെയ്യുന്ന കമന്റ് ആണ് ngc കമ്പോണന്റ് നെയിം. അതായത് ഹോം ആണെങ്കിൽ ഹോം, കോണ്ടാക്ടസ് ആണെങ്കിൽ കോണ്ടാക്ട്, എബൌട്ടസ് ആണെങ്കിൽ എബൌട്ടസ്. ഓക്കെ, ഞാനിവിടെ 3 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. g ഫോർ ജനറേറ്റ്, c ഫോർ കമ്പോണന്റ്. ഓക്കെ, ഇങ്ങനെ ഈ കമന്റ് അടിച്ചിട്ട് കമ്പോണന്റ് ക്രിയേറ്റ് ആയാൽ നമുക്ക് ഇവിടെ ആപ്പ് ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് ts എന്ന് പറഞ്ഞ ഫയൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇപ്പോൾ 3 കമ്പോണന്റും ആംഗുലറിൽ ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ഹോം കമ്പോണന്റും വന്നിട്ടുണ്ട്, എബൌട്ടസ് കമ്പോണന്റ് വന്നിട്ടുണ്ട്, കോണ്ടാക്ടസ് കമ്പോണന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പോണന്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഹോം കമ്പോണന്റ് ഉണ്ട്, കോണ്ടാക്ടസ് ഉണ്ട്, എബൌട്ടസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാവ് ബാർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ നാവ് ബാർ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ഈ സൈറ്റിലോട്ട് പോയി. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ഇവിടെ സൈഡിൽ നാവ് എന്നടിച്ചാൽ മതി, ഇങ്ങോട്ട് ഡിവൈറ്റ് ചെയ്തോളൂ. ഓക്കെ, എനിക്കിതാ ഈ നാവ് ബാറിന്റെ സ്റ്റൈലാണ് വേണ്ടത്. അപ്പൊ ഞാനിത് കോപ്പി ചെയ്തു, ഈ ഒരു കോഡ് കോപ്പി ചെയ്തു. ഓക്കെ, ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഈ എ ടാഗ് എനിക്ക് വേണ്ട, അതിന് പകരം ഒരു ഡിവിഷനിൽ ആംഗുലർ റൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഇത് മതി, നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പൊ ഇവിടെ ഒരു ആംഗുലർ റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ 3 കമ്പോണന്റ് ഒരു ലിസ്റ്റിൽ നമുക്ക് ഇവിടെ കാണാം. അത് നമുക്ക് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ അടുത്തൊരു ഡിവിഷൻ ഇട്ടു, ഒരു URL ടാഗ് ഇട്ടു ലീസ്റ്റ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് LIയിൽ ഫസ്റ്റ് ഹോം കൊടുത്തു, 3 LI വേണം, എബൌട്ടസ്, കോണ്ടാക്ടസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഹോം വന്നു, എബൌട്ടസ് വന്നു, കോണ്ടാക്ടസ് വന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അതിനു വേണ്ടി സ്റ്റൈൽ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം
ഒരു ഡിവിഷൻ ഉള്ളിലിടാം. ക്ലാസ് നെയിം കൊടുക്കാം, മെയിൻ ഡിവിഷൻ. ഇനി മെയിൻ ഡിവിനെ നമുക്ക് ഈ CSS ഫയലിൽ പോയിട്ട് ഇവിടെ ഓക്കെ, ഈ CSS ഫയലിൽ പോയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പൊ കണ്ടോ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം ഇവിടെ ആയി. അതായത് നമ്മൾ ഈ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ഒരേ റോയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു, അലൈൻ ഐറ്റംസ്, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ എന്ന് കൊടുത്ത് അടുത്ത ഡിവ് ഈ അവസാനത്തിൽ പോയി കിടക്കും. ആണോ, ഇത് നമ്മുടെ സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് ഈ ഒരു യുവൽ ഡിവിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. യുവൽ ഡിവ് എന്ന് പറഞ്ഞ് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിപ്പോ കോളമായി കിടക്കണം. ഹോമിന്റെ അടിയിൽ എബൌട്ടസിന്റെ അടിയിൽ കോണ്ടാക്ടസ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നിച്ച് നിർത്തണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഫ്ലക്സ് ഉപയോഗിക്കാൻ പറ്റും. ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്താണല്ലോ. ക്ലാസ് നെയിം ഓക്കെ, നമ്മൾ ഈ ഡിവിഷൻ ആണ്, സോറി ഈ ഡിവിഷൻ അല്ല കൊടുക്കേണ്ടത്, നമ്മുടെ UL ടാഗിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, കണ്ടോ നമ്മൾ ആക്ച്വലി LI എന്നുള്ള ഈ UL എന്ന് പറഞ്ഞ പാരന്റ് ഡിവിഷനാണ് കൊടുക്കേണ്ടത്. അപ്പൊ പാരന്റ് ഡിവിഷനിലാണ് എപ്പോഴും ഫ്ലെക്സ് കൊടുക്കേണ്ടത്, എന്നാലേ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഈ ഒരേ റോല് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഡോട്ട് എടുത്ത് കളയാം. അപ്പൊ അതിനു വേണ്ടി ലീസ്റ്റ് സ്റ്റൈൽ നണ്ണ് കൊടുക്കും. സോറി, ഈ ഡോട്ട് പോയി, നണ്ണ് കൊടുത്തപ്പോൾ ഈ ഡോട്ട് പോയി. ഇനി നമുക്ക് ഇതിന് കുറച്ച് സ്പേസ് കൊടുക്കാം, ഒരു പാഡിങ് കൊടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഡോട്ട് യുവൽ ഡിവിലെ എല്ലാ എലമെന്റിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ടാർഗറ്റ് ചെയ്തിട്ട് ഒരു പാഡിങ് ഈക്വൽ ടു ഒരു 5px കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, അപ്പൊ ഒരു സ്പേസ് വന്നിട്ട്. ഇനി നമുക്ക് ആംഗുലർ റോട്ടിങ്ങും ഇതും കൂടെ ഒപ്പം വരണ്ടേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി അലൈൻ ഐറ്റം സെന്റർ കൊടുക്കണം. ആണോ, ഇപ്പൊ ആംഗുലർ റോട്ടിങ്ങും ഇതും ഒപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ടോൺ കളർ ഒരു ബ്ലൂ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നേരത്തെ പോലത്തെ ഒരു നാവ് ബാർ വന്നു. ഇവിടെ ഹോം ഉണ്ട്, എബൌട്ടസ് ഉണ്ട്, കോണ്ടാക്ടസ് ഉണ്ട്. ഇനി നമുക്ക് ഹോം അടിച്ചാൽ ഇവിടെ ഒരു റോട്ട് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോം കമ്പോണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആംഗുലർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫയലാണ് ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂൾ. അപ്പൊ ഈ ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂളിൽ നമുക്കൊരു റോഡ്സ് എന്ന് പറഞ്ഞ അറേ ഉണ്ട്. ഓക്കെ, ആ അറേയിൽ നമ്മൾ ഇതിപ്പോ എംപ്റ്റി അറേയാണ്, ഈ എംപ്റ്റി അറേയിലാണ് നമ്മൾ റോഡ്സ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ് കൊടുത്തു. ഒബ്ജക്റ്റിനുള്ളിൽ പാത്ത്, നമ്മൾ കൊടുക്കേണ്ട പാത്ത് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഹോം എന്നാണ്. അതായത് നമുക്ക് ഇവിടെ കാണേണ്ട പാത്ത് ഈ 4200/home എന്നല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് /home എന്നല്ലേ അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹോം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഹോം. ഇനി ഹോം എന്ന് പറഞ്ഞ റൗട്ട് കൊടുത്താൽ കിട്ടേണ്ട കമ്പോണന്റ് ഹോം കമ്പോണന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കമ്പോണന്റ് ഈസ് ടു ഹോം കമ്പോണന്റ്. ഓക്കെ, സോറി, ഇവിടെ ഒരു കോമയാണ് കൊടുക്കുന്നത്. ഹോം കമ്പോണന്റ് സി സ്മാൾ ആയി component
കമ്പോണന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ സോറി ആയിക്കോട്ടെ. ഓക്കെ നമുക്ക് ഇവിടെ ഹോം എന്ന് പറഞ്ഞാൽ എച്ച് സ്മാൾ ആണ്. ഓക്കെ അപ്പൊ നമ്മൾ ഹോം കമ്പോണന്റ് ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി ഹോമിനും വേണം. അതേപോലെ എബൌട്ടസ് കൊടുത്താൽ എബൌട്ടസ് കോണ്ടാക്ടസ് എബൌട്ടസ് കൊടുത്താൽ എബൌട്ടസിന്റെ കമ്പോണന്റ് കിട്ടണം. എബൌട്ടസ് കമ്പോണന്റ് കിട്ടണം. കോണ്ടാക്ടസ് എടുത്താൽ കോണ്ടാക്ടസിന്റെ കമ്പോണന്റ് കിട്ടണം. ഈ കോണ്ടാക്ടസ് കൊടുത്തിട്ട് ടാബ് അടിച്ചാൽ മതി, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇമ്പോർട്ട് ആയിക്കോളും. ഓക്കെ ഇനി നമുക്ക് നോക്കാം. ഈ ഹോം അടിച്ച ഹോം എന്ന് പറഞ്ഞ റൗട്ട് അടിച്ച ഇവിടെ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ അതിന് ആദ്യമായിട്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞ കമ്പോണന്റ് പോയിട്ട് ഇവിടെ ഒരു h3 ടാഗില് വെൽക്കം ടു ഹോം കമ്പോണന്റ്. ഇനി നമ്മൾ ഇവിടെ സ്ലാഷ് ഹോം എന്ന് പറഞ്ഞ അടിച്ചു. കണ്ടോ നമുക്കിവിടെ ഒന്നും വന്നില്ല. അതായത് നമ്മളൊരു ഒരു ടാഗ് നമ്മൾ കൊടുക്കാൻ മറന്നു. അതായത് ആപ്പ് ഡോട്ട് കമ്പോണന്റ് ഡോട്ട് ടി എസ് ഇതിന്റെ അടിയിലായിട്ട് നമുക്കൊരു പെർമനന്റ് ടാഗ് ആയത് റൗട്ടർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കണം. എന്നാണ് നമുക്ക് ഈ റൗട്ടിങ് ആംഗുലറിൽ വർക്ക് ആവത്തുള്ളൂ. ഇത് വർക്ക് ആവാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ടാഗ് ആണ്. ഇനി നമുക്ക് കണ്ടോ ഇവിടെ നമ്മൾ ഹോം കൊടുത്തപ്പോൾ കണ്ടോ ഹേ വെൽക്കം ടു ഹോം കമ്പോണന്റ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒന്നും കൊടുത്തില്ല, ഒന്നും വന്നില്ല. നമ്മൾ വീണ്ടും ഹോം എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഹേ വെൽക്കം ടു ഹോം കമ്പോണന്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഹോമും എബൌട്ടസും ഈ ഹോം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വരണം. ഇവിടെ എഴുതിയിട്ട് കാര്യമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വേണം. അതെങ്ങനെ വരാൻ പറ്റും നോക്കാം. അപ്പൊ നമ്മൾ ഈ കമ്പോണന്റിൽ പോയിട്ട് ഇവിടെ എൽ സ്പേസ് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. സ്ലാഷ് ഹോം. ഇതൊരു റൗട്ടിങ്ങിന്റെ ഒരു സിന്റാക്സ് ആണ്. ആദ്യം നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ റൗട്ടർ ലിങ്ക് എന്ന് പറഞ്ഞ് എഴുതി ഈക്വൽ ടു ഒരു 2 ഡബിൾ കോഡ്സ്, അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ കോഡ്സിൽ സ്ലാഷ് നമ്മുടെ റൗട്ട്. ഇതാണ് നമ്മുടെ റൗട്ടിങ്ങിന്റെ ഒരു സിന്റാക്സ്. ഓക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഹോം എടുത്ത് കളയാം. അപ്പൊ അത് പോയി. ഇനി ഹോം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഹേ വെൽക്കം ടു ഹോം കമ്പോണന്റ് എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള റൗട്ടും കൂടെ കൊടുക്കാം. ഇവിടെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കും. ഇവിടെ കൊടുത്ത അതേ ഇത് തന്നെ കൊടുക്കണം. മാറരുത്. മാറിയാൽ നമ്മുടെ റൗട്ട് വർക്ക് ആവില്ല. നമുക്ക് ചെക്ക് ചെയ്യാം, നോക്കാം. ഹോം അടിച്ചപ്പോൾ ഹോം കമ്പോണന്റ് വന്നു. എബൌട്ടസ് അടിച്ചപ്പോൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇതേപോലെ തന്നെ ഹോം കമ്പോണന്റിലേക്ക് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഈ 3 കമ്പോണന്റും കൊടുത്തു നോക്കാം. എബൌട്ടസിൽ അതേപോലെ കോണ്ടാക്ടസിൽ ഓക്കെ നമുക്ക് നോക്കാം. ഇതിവിടെ ഹേ വെൽക്കം ടു ഹോം കമ്പോണന്റ് എന്ന് പറഞ്ഞു. ഇനി എബൌട്ടസ് കൊടുത്തു, എബൌട്ടസ് കമ്പോണന്റ് വന്നു. കോണ്ടാക്ടസ് കൊടുത്തു, കോണ്ടാക്ടസ് കൊടുത്തു, കമ്പോണന്റ് കണ്ടോ ഇവിടെ ഇത് കണ്ടോ മാറിയതും കണ്ടോ. ഓക്കെ നമ്മളിവിടെ കോണ്ടാക്ടസ് ആണ് ഇരിക്കുന്നത്. ഇനി എബൌട്ടസിലോട്ട് മാറ്റി, ഇനി വീണ്ടും ഹോമിലോട്ട് മാറ്റി. ഓക്കെ അപ്പൊ നമ്മുടെ റൗട്ടിങ് വർക്കിംഗ് ആണ്. ഇപ്പൊ ഹോം മാറ്റിയപ്പോൾ ഹോമിന്റെ അടിയുടെ കമ്പോണന്റ് വന്നു. എബൌട്ടസ് കൊടുത്തപ്പോൾ എബൌട്ടസിന്റെ കമ്പോണന്റ് വന്നു. കോണ്ടാക്ടസ് കൊടുത്തപ്പോൾ കോണ്ടാക്ടസിന്റെ കമ്പോണന്റ് ഡീറ്റെയിൽസും വന്നു. ഇനി നമ്മുടെ ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് വരാണ്. എനിക്ക് ഇവിടെ ഒരു ബട്ടൺ, ഈ ഹോം എന്ന് പറഞ്ഞ കമ്പോണന്റിൽ ഒരു ബട്ടൺ വേണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ കോണ്ടാക്ടസ് എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് അപ്പൊ നമ്മൾ ഈ ഹോം എന്ന് പറഞ്ഞ കമ്പോണന്റിൽ ഹോം എന്ന് പറഞ്ഞ കമ്പോണന്റിൽ ഒരു ബട്ടൺ ഡിക്ലെയർ ചെയ്തു. ഓക്കെ ആ ബട്ടണിന്റെ നെയിം എന്ന് പറഞ്ഞാൽ ഗോ ടു
contacts component. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇവന്റ് ട്രിഗർ ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് ട്രിഗർ ചെയ്യണം. കോണ്ടാക്ട് ഇവന്റ് ട്രിഗർ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ TS ഫയലിൽ പോവുക. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഗോ ടു കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് നാവിഗേറ്റ് ചെയ്യാം. അപ്പൊ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു മൊഡ്യൂൾ ആംഗുലാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ട മൊഡ്യൂളിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് നമ്മൾ കൺസ്ട്രക്ടറിൽ പ്രൈവറ്റ് റൗട്ടർ ഈസ് ടു റൗട്ടർ, ഈ റൗട്ടർ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആംഗുലാറിൽ ഇൻബിൽറ്റ് ആയിട്ടിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടോ, ഇത് പറഞ്ഞാൽ നമ്മൾ ഇത് ടാബ് അടിച്ചാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട്. ആംഗുലാർ റൗട്ടർ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്ന് ഈ റൗട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ പ്രൈവറ്റ് റൗട്ടർ എന്ന് പറഞ്ഞ വിളിച്ചാൽ നമുക്ക് ഈ റൗട്ടറിന്റെ എല്ലാ ഫംഗ്ഷനും ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് ദിസ് ഡോട്ട് റൗട്ടറിന്റെ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് നാവിഗേറ്റ്. അതായത് നമ്മുടെ കോണ്ടാക്ടസ് എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കോണ്ടാക്ടസ് എന്ന് പറഞ്ഞ കമ്പോണന്റിലോട്ടല്ല പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കോണ്ടാക്ടസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ഡിക്ലെയർ ചെയ്തു. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് നാവിഗേറ്റ് ചെയ്ത് കോണ്ടാക്ടസിലോട്ട് പോകണം. അതാണ് ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ റൗട്ടർ എന്നാണ് കൊടുക്കാം, അതിനനുസരിച്ച് ഇവിടെ മാറ്റണം എന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് റൗട്ടർ തന്നെ ആയിരിക്കണം, കാരണം ഇത് ഇൻബിൽറ്റ് ആണ് ആംഗുലാറിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആണോ, ഇവിടെ ഇതിപ്പോ കറന്റ് ഹോം കമ്പോണന്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഗോ ടു കോണ്ടാക്ടസ് എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്തോ ഒരു എറർ പറ്റിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. cannot read property navigator undefined. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ആണോ, ഓക്കെ, അത് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാത്തതിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഉണ്ടോ, നമ്മൾ ആ ബട്ടൺ കൊടുത്തപ്പോൾ ഹേ വെൽക്കം ടു കോണ്ടാക്ടസ് എന്ന് പറഞ്ഞ കമ്പോണന്റിലേക്ക് എത്തി. നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഗോ ടു കോണ്ടാക്ടസ്. കണ്ടോ, ഈ റൗട്ട് മാറി കോണ്ടാക്ടസ് ആയി. ഓക്കെ ഗായ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ റൗട്ടിങ് വളരെ എളുപ്പമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ആംഗുലാറിൽ. അപ്പൊ എല്ലാവരും ഇതൊന്ന് കാര്യമായിട്ട് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. Okay, so guys, thank you for watching.